കണ്ട് കണ്ട് ഇന്ത്യ പഠിക്കും. കുഞ്ഞു ഒരു കഥ വായിച്ചാലോ? ആമയും മുയലും ഒരു പന്തയവും. ഓക്കെ, മുയല് ഉറ്റ ചങ്ങാതിമാരായിരുന്നു ആമയും മുയലും. മുയല് വലിയ വ്യായാമക്കാരനായിരുന്നു. ദിവസം രാവിലെ ഓടും. എങ്ങനെ ഓടാ? തടി ഒട്ടും കൂടരുത്, അതാണ് വിചാരം. രാവിലെ ഓടാൻ പോകുമ്പോഴൊക്കെ ആമയെ കാണും. മരച്ചുവട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്നുണ്ടാവും. എങ്ങനെ ഉറങ്ങാ? തടിയനാണ് ആമ. ഓടാനൊക്കെ മടിയാ. സുഖമായി തിന്നും, സുഖമായി ഉറങ്ങും. പുലർച്ചെ മഞ്ഞ് കൊണ്ട് ഓടാനിറങ്ങുന്ന മുയലിന് കൂട്ടുകാരൻ കൂർക്കം വലിച്ചുറങ്ങുന്നത് കണ്ടാൽ അസൂയാവും. ഒരു ദിവസം അസൂയ സഹിക്കാതെ ഓട്ടം നിർത്തി ആമയെ തട്ടി ഉണർത്തി പറഞ്ഞു, ചങ്ങാതി, രാവിലെ ഒരു അല്പം ഓട്, ഇല്ലെങ്കിൽ ഓട്ടം തന്നെ മറന്നുപോകും. ആമ കണ്ണു തിരുമ്മി ഉണർന്നു. മുയലിനോട് പറഞ്ഞു, പോയി ഓട്. നിനക്കല്ലേ സിംഹവും കടുവയും വേട്ടക്കാരും ഒക്കെ പുറകെ വരുമ്പോ പുറകെ പിടിച്ച് ഓടേണ്ടി വരിക. പോയി ഓടിപ്പടിക്ക്. മുയലിന് കലശലായ അപമാനമായി. അതുകൊണ്ട് ആമയെ ഓട്ടപ്പന്തയത്തിന് ക്ഷണിച്ചു. മിഠായി വേണോ? ഇഷ്ടായോ? ആദ്യം എത്തുന്ന ആളാണ് ഓട്ടക്കാരൻ. അയാളോട് മറ്റേ ആള് മാപ്പ് പറയണം. എങ്ങനെ മാപ്പ് പറയാ? സോറി, അഭിമാനത്തിന്റെ പ്രശ്നമായി പോയി. അതുകൊണ്ട് ആമ സമ്മതിച്ചു. രണ്ടാളും ഓടാൻ നിന്നു. മരത്തിലിരുന്ന് കുയിലമ്മ വിസിലടിച്ചു. എങ്ങനെ വിസിലടിക്കുക? ഓക്കെ, രണ്ടാളും ഓട്ടം തുടങ്ങി. ആമ മെല്ലെ മെല്ലെ നീങ്ങി. മുയൽ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് മിന്നൽ കണക്കെ മുന്നോട്ട് പാഞ്ഞു. സ്പീഡില് ഓടി ഓടി മുയൽ ആമ കിടന്നുറങ്ങിയിരുന്ന മരത്തിന്റെ അവിടെ എത്തി. നല്ല തണലുള്ള വലിയ മരം. വെറുതെ അല്ല ആമ സുഖമായി ഉറങ്ങിയിരുന്നത്. മുയൽ വിചാരിച്ചു, ഒന്നിരുന്ന് വിയർപ്പാറിയിട്ട് പോകാം. തൂവെള്ള നെറ്റിയിൽ ആകെ വിയർപ്പും ചളിയും. മുയൽ തിരിഞ്ഞൊന്ന് നോക്കി. ആമയുടെ പൊടി പോലും ഇല്ല. മുയൽ മരത്തിൽ ചാരിയിരുന്ന് നല്ല കാറ്റ്, നല്ല തണൽ, പൂക്കളുടെ സുഗന്ധം, നല്ല മണം. മുയൽ വിചാരിച്ചു, ഒന്ന് ഉറങ്ങി എഴുന്നേക്കാൻ സമയമുണ്ട്. ആമച്ചേട്ടൻ ഇപ്പോഴൊന്നും എത്തില്ല. മുയൽ കിടന്ന് ഉറങ്ങിപ്പോയി. ആമ മെല്ലെ മെല്ലെ വന്ന് തന്നെ കടന്നുപോയതൊന്നും പാവം മുയൽ അറിഞ്ഞില്ല. ഉറക്കം കഴിഞ്ഞ് ഓടി കാടിന്റെ അറ്റത്തെത്തിയപ്പോഴോ ആമച്ചേട്ടനുണ്ട് കടലയും കുറിച്ച് നിൽക്കുന്നു. പാവം മുയൽ നാണിച്ച് ചമ്മിപ്പോയി. ആമച്ചേട്ടനോട് മാപ്പ് പറഞ്ഞ് സ്ഥലം വിട്ടു. ഇഷ്ടായോ? देखते देखते इंडिया विल रीड.